ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി ചരിത്രം കുറിച്ച് ശുഭാൻശു ശുക്ല അടക്കമുള്ള 4 പേരെ വഹിച്ചുകൊണ്ടുള്ള ആക്സിയം 4 ദൌത്യ പേടകം ഇന്ത്യൻ സമയം വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തത്. പിന്നാലെ സഞ്ചാരികൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നിലയത്തിലേക്ക് പ്രവേശിച്ചു. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം 4 പതിറ്റാണ്ടുകൾക്കിപ്പുറം ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ശുഭാൻശു. ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാൻശു ശുക്ല ആക്സിയം 4 ദൌത്യത്തിന്റെ മിഷൻ പൈലറ്റാണ്. 14 ദിവസത്തെ പര്യവേഷണത്തിനായാണ് ആക്സിയം 4 ദൌത്യ സംഘം ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ തകർന്ന എയർ ഇന്ത്യ വിമാനത്തിന്റെ മുൻഭാഗത്തെ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചതായി വ്യോമയാന മന്ത്രാലയം. വിമാനത്തെ അപകടത്തിലേക്ക് നയിച്ച സംഭവക്രമങ്ങൾ പുനർനിർമ്മിക്കുന്നതിനായി കോക്പിറ്റ് വോയിസ് റെക്കോർഡറുകളുടെയും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറുകളുടെയും ഡാറ്റ വിശകലനം ചെയ്തു വരികയാണെന്നും വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നുവെന്ന് സംശയം തോന്നിയാൽ അധ്യാപകർക്ക് ബാഗുകൾ സഹിതം പരിശോധിക്കാമെന്നും ഒരു സമിതിയും അതിനെതിരാകില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നോ ടു ഡ്രഗ് 5ാം ഘട്ട പരിപാടിക്കും സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, ഇടുക്കി, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധിക്കെതിരെ ജാഗ്രത തുടരണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എലിപ്പനി സാധ്യത കണക്കിലെടുത്ത് മണ്ണുമായും മലിനജലവുമായും ഇടപെടുന്നവർ ഡോക്സിസൈക്ലിൻ കഴിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കനത്ത മഴയെ തുടർന്ന് മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് അപകടനില പിന്നിട്ട സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ വിലയിരുത്താൻ എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അടിയന്തര യോഗം ചേർന്നു. മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതോടെയാണ് മൂവാറ്റുപുഴയിലെയും തൊടുപുഴയിലെയും ജലനിരപ്പ് അപകടനില പിന്നിട്ടത്. കനത്ത മഴയിൽ ആലുവ ശിവക്ഷേത്രം പൂർണ്ണമായും മുങ്ങി. കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഡാമിലെ അധിക ജലം പുഴയിലേക്ക് ഒഴുക്കിവിടുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. വയനാട് ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടറുകൾ നാളെ രാവിലെ 10 മണിക്ക് ഉയർത്തുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. KV രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനുമാണ് അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം. GR ഇന്ദുഗോപന്റെ ആനോ മികച്ച നോവലിനുള്ള പുരസ്കാരം നേടി. അനിത തമ്പിയുടെ മുരിങ്ങവാഴ കറിവേപ്പിനാണ് കവിതാ വിഭാഗത്തിൽ പുരസ്കാരം. MR അജയന്റെ ആരോഹണം ഹിമാലയം എന്ന കൃതിക്കാണ് മികച്ച യാത്രാ വിവരണത്തിനുള്ള പുരസ്കാരം. ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു. ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരം ബിംബങ്ങൾ ഉപയോഗിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കത്തിൽ പറയുന്നു. ഭൂപരിഷ്കരണ നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി കെ രാജൻ. സംസ്ഥാന റവന്യൂ വകുപ്പ് സംഘടിപ്പിക്കുന്ന 4 ദിവസത്തെ ഡിജിറ്റൽ റീസർവേ ഭൂമി ദേശീയ കോൺക്ലേവിന്റെ പ്രതിനിധി സെഷൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാഗപട്ടണത്ത് 2 മത്സ്യബന്ധന ബോട്ടുകളിലുണ്ടായിരുന്ന 9 മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ കടൽ കൊള്ളക്കാർ ആക്രമിച്ചു. മത്സ്യത്തൊഴിലാളികളെ മർദ്ദിക്കുകയും വലകൾ നശിപ്പിക്കപ്പെടുകയും GPS ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. മത്സ്യത്തൊഴിലാളികളെ നാഗപട്ടണത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ രക്ഷിതാക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. കുട്ടി പഠിച്ച സ്കൂളിനെതിരെ രക്ഷിതാക്കൾ പരാതി നൽകിയതിനെ തുടർന്നാണ് നടപടി. വിദ്യാർത്ഥിനിയുടെ വീടും സ്കൂളും ബാലാവകാശ കമ്മീഷൻ നാളെ സന്ദർശിക്കും. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്ത് അടുത്ത മാസം 8-ന് സ്വകാര്യ ബസ് സമരം. ജൂലൈ 22 മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും ബസ് ഉടമകൾ അറിയിച്ചു. സംസ്ഥാന വ്യാപകമായി ഹെൽത്ത് കാർഡ് പരിശോധന നടത്താൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും നിർദ്ദേശം നൽകി. പത്തനംതിട്ടയിൽ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ ഒരു കാറ്ററിംഗ് സ്ഥാപനത്തിന് വ്യാജ ഹെൽത്ത് കാർഡുകൾ നൽകിയെന്ന സംശയം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നിർദ്ദേശം. വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഡോക്ടർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ നടത്തുന്ന പരീക്ഷകളിൽ ഉദ്യോഗാർത്ഥി പരിശോധനയ്ക്കായി ആധാർ ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി. പരീക്ഷകളിലും നിയമന പ്രക്രിയകളിലും ഉദ്യോഗാർത്ഥികളുടെ തിരിച്ചറിയൽ നടപടികൾക്കായി ഇനി ആധാർ ഓതന്റിഫിക്കേഷൻ ഉപയോഗപ്പെടുത്താം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.